ഹലോ, ഞാൻ ദാ ഈ കട്ട് കഴിക്കുന്നത് എന്താണെന്നറിയാം. നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ അറിയാം ഗൈസ് കട്ട് കഴിക്കുന്നതാണ്. എൻ്റെ മൂക്കിലൊക്കെ പറ്റുന്നുണ്ടോ? ഈ എത്തി നോക്കി കഴിക്കുന്നത് വേറെ ഒന്നുമല്ല, യോഗട്ടാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ചേട്ടനെ പേടിച്ച് കഴിക്കുകയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ചുമയാണ് ഗൈസ്. എന്നാലും ഞാനത് വിടത്തില്ല. അപ്പോൾ ചേട്ടൻ കാണാതെ കഴിക്കാനുള്ള തത്രപ്പാടാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് കല്യാണമല്ലേ, പ്രിയയുടെ കല്യാണമാണ്. അപ്പോൾ അവൾ കല്യാണ വീട്ടിൽ ഉച്ചയ്ക്ക് ഞാനും പാറും പിന്നെ നമ്മുടെ എല്ലാ നാട്ടുകാരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് അവിടെ ചോറുണ്ണാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ അവിടെ അറേഞ്ച്മെൻ്റ് ഒക്കെ തകൃതിയിൽ നടക്കുന്നുണ്ട്. ഫുഡ് കൗണ്ടറൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചപ്പാത്തി, ഗോബി മഞ്ചൂരി, പിന്നെന്താ അപ്പം, ചിക്കൻ കറി, ഫ്രൈഡ് റൈസ്, പിന്നെന്താ കപ്പ, മീൻകറിയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ തന്നെ കൃതിയെ ഇന്ന് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വൈകുന്നേരം വരെ അംഗനവാടിയിൽ ഇരിക്കുന്നത്. അങ്ങനെ വൈകിട്ട് കൃതിയെ വന്നു. ഉച്ചയ്ക്ക് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കൃതിയെ ഇല്ലാഞ്ഞതുകൊണ്ട്. പിന്നെ എന്തായാലും മാറ്റി നിർത്തിയല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ കൃതിയെ വന്നിട്ട് താണ്ട വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വയ്യ. അച്ഛനോട് ബാഗിൽ മിഠായി ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ പിന്നെ കൃതിയെ കിടത്തി കഴിഞ്ഞ് ഞാനും ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങി. എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ ഉറങ്ങി എണീറ്റപ്പം എന്തോ ഒരു മൂഡ് സിങ്സ്. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഒരുങ്ങി. ഇതാണ് എൻ്റെ ഡ്രസ്സ് ഗൈസ്, ഷറാറ. ഞാൻ കുറേ നാളായിട്ട് ഷറാറ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് ചേട്ടൻ ഷറാറ വാങ്ങിച്ചു തന്നു. അങ്ങനെ എന്നെ ഒരുങ്ങാനുള്ള സാമഗ്രികളെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ ദേ റെഡിയായി. കല്യാണം പിന്നെന്താ ബർത്ത്ഡേയും കൂടെ ഒരു ദിവസം ആയതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെ ഈ ഒരു ഒരുക്കം കൊണ്ട് അങ്ങോട്ട് പോയാൽ മതി. ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാവരും എനിക്ക് ഭയങ്കരമായിട്ട് വിഷ് ചെയ്തു കേട്ടോ. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് പരിചയമില്ലാത്തവരൊക്കെ എനിക്ക് മെസ്സേജിലൂടെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. പിന്നെ എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മേനെ അച്ഛനെയും ബർത്ത്ഡേയുടെ അന്ന് ഇന്ന് കാണാൻ പറ്റിയില്ല ഇപ്രാവശ്യം. അതൊരു വിഷമമുണ്ട്. അതിനി ആരൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അവർക്ക് പകരം എനിക്കിനി വെക്കാനൊന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മളവിടെ ചെന്നപ്പം ചായയുടെ സമയമായിരുന്നു കേട്ടോ. ചായ നിർത്തണമെന്ന് വിചാരിച്ച് അന്ന് തന്നെയാണ് അവിടെ ടീ സ്റ്റോൾ തുടങ്ങിയത്. അങ്ങനെ പിന്നെ നിയന്ത്രണം വിട്ട് ഞാനൊരു ചായയൊക്കെ കുടിച്ച്. ചായ കുടിക്കണ്ടെന്ന് പാറു നേരത്തെ പറഞ്ഞു ഗൈസ്. എന്നാലും ഞാൻ കുടിച്ചു. പിന്നെ ഞാനൊരു ബജ്ജിയൊക്കെ കഴിച്ചു കേട്ടോ. അവർ നേരത്തെ കഴിച്ചുകൊണ്ട് അവരാരും കമ്പനി തന്നില്ല ഗൈസ്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇതേ കൃതിയെ ഒരു ബൂസ്റ്റൊക്കെ കിട്ടിയത് കൊണ്ട് ഒപ്പിച്ചത് അവിടെ മാറിയിരിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെന്താ ഇത് നമ്മുടെ കല്യാണി ജാനുവിനെ അറിയാമല്ലോ. പൊന്നിയുടെ ഹൽദി വീഡിയോയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതായിരിക്കുന്ന പാറുവിനെ ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ. പാറു ഇതേ കാർത്തിക്കിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചേ. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സത്യത്തിൽ എനിക്കൊരു ചെറിയ തലവേദനയുടെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതേ പാറു ഐസ്ക്രീം കഴിക്കുകയാണ്. ഞാൻ നേരത്തെ കഴിച്ചു. ഇനി നമ്മുടെ ബ്രൈഡിൻ്റെ ഫോട്ടോഷൂട്ട് സെക്ഷനാണ് കേട്ടോ. പ്രിയ നമ്മുടെ നാട്ടുകാരിയാണ്, റിലേറ്റീവാണ്, എല്ലാമാണ്. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രൈഡിൻ്റെ ബ്രദർ പ്രവീൺ എൻ്റെ ക്ലാസ്മേറ്റും കൂടാണ് കേട്ടോ. അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. അങ്ങനെ പിന്നെ അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ കാണാൻ നമ്മളവിടെ നിന്ന് ചിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെന്താ കൃതിയോടെ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൈ കൊട്ടിയതുകൊണ്ട് പേടിയാണെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ കൊണ്ടൊരു പാട്ട് പാടിച്ചു. ഇപ്പോൾ എവിടെ പോയാലും ഞാനൊരു പാട്ട് പാടുക എന്നുള്ളൊരു ചടങ്ങായിട്ട് മാറിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പിന്നെ ഒരു പാട്ടൊക്കെ പാടി നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ